പേട്രിയോട്ട് ഈ സിനിമ കണ്ടതിന് ശേഷം ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലതരം അഭിപ്രായങ്ങൾ കാണണോ വേണ്ടായോ പലതരം ട്രോളുകളൊക്കെ വരുന്നു. സിനിമ ഇനിയും കാണണോ? നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് കൃത്യമായിട്ട് തോന്നിയൊരു കാര്യം മാത്രമാണ്. മമ്മൂട്ടി ഇന്നലെ ദുബായിൽ തിയേറ്റർ വിസിറ്റ് വന്നു. മമ്മൂട്ടി വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു. ഇതിനകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങളും വരും. നിങ്ങൾ പ്രേക്ഷകനാണ്, നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. അതല്ലേ കറക്റ്റ്? നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത് സിനിമ കാണണോ വേണ്ടായോ എന്ന്. പലരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടില്ല, അവരുടെ റിവ്യൂ കേട്ടിട്ടല്ല, പലരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടല്ല സിനിമ കാണേണ്ടത്. കാരണം പേട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമ ഒരിക്കലും നരസിംഹം പോലെയോ വെള്ളിയേട്ടം പോലെയോ 2020 പോലെയോ അല്ല. 26ഉം 18ഉം കൊല്ലം ഇതൊക്കെ റിലീസ് ചെയ്തിട്ട് ഇന്ന് മമ്മൂട്ടിക്കും മോഹൻലാലിന് 75ഉം 66ഉം ഒക്കെ വയസ്സുമായി. മാത്രമല്ല ഇതൊരു മാസ് മസാല അല്ലെങ്കിൽ ഫാനിന് വേണ്ടിയുള്ള ഒരു ഫാൻ ഫൈറ്റിന് വേണ്ടിയുള്ള ഒരു സിനിമയും അല്ല. ഒരു കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഇന്ന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊച്ചുകുട്ടികൾ മുതൽ അപാലവൃതം ജനങ്ങൾ കാണേണ്ട ഒരു കണ്ടന്റ് ഡ്രിവൺ സിനിമയാണ്. രണ്ടുപേരും അതിനകത്ത് ക്യാരക്ടേഴ്സും മാത്രമാണ്. ചിലർ പറയാറുണ്ട് ഇതിനകത്ത്, ചിലർ ഇപ്പം ഈ പല യൂട്യൂബ് ചാനലിലും ഒക്കെ പറയാറുണ്ട് മോഹൻലാലിനെ ചതിച്ചു, മഹേഷ് നാരായണനെ ചതിച്ചു. മോഹൻലാലിനെ ചതിക്കാൻ മോഹൻലാൽ പൊട്ടണമെന്നല്ലോ. മോഹൻലാൽ കൃത്യമായി കഥ കേട്ട്, മോഹൻലാൽ തന്നെ മോഹൻലാലിന്റെ ഇന്റർവ്യൂ പറഞ്ഞാണ്. മോഹൻലാൽ ഫാൻസ് ആയാലും ഏത് ഫാൻസ് ആയാലും അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം കൃത്യമായിട്ട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ക്യാരക്ടർ കണ്ടിട്ട്, എനിക്ക് ആ ക്യാരക്ടർ കേട്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് മോഹൻലാൽ ഗംഭീരമായിട്ട് ചെയ്തു. മോഹൻലാൽ മരിക്കുന്നു പറഞ്ഞുകൊണ്ട് സിനിമ മോശമാകുന്നൊന്നുമില്ലല്ലോ. സിനിമ ഓരോരുത്തരുടെ രീതിയിലാണ്. ചിലവർക്ക് അത് എന്തായാലും ഒരു കാര്യത്തിൽ ഇതിനകത്ത് സംശയം വേണ്ട. ഇതൊരു കൂതറ സിനിമയെന്നോ വളരെ മോശം സിനിമയെന്നോ ആരും പറയത്തില്ല. പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത് കാണണ്ടായിരുന്നു, വേസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഇത് പറയത്തില്ല. ഇത് നല്ല അതിഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല സിനിമാറ്റോഗ്രാഫി. മമ്മൂട്ടി മോഹൻലാൽ അവർക്ക് അവരുടെ ക്യാരക്ടേഴ്സ് ആയിട്ട് അവർ ജീവിച്ചു. രേവതി മോശക്കാരിയാണ്, നല്ല അടിപൊളിയായിട്ട് രേവതിയുടെ ക്യാരക്ടർ അഞ്ചോ ആറോ സീനേ ഉള്ളൂ. പക്ഷെ കേന്ദ്രമന്ത്രി നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ രേവതി. ഇന്ദ്രൻസ് 2 സീനേ ഉള്ളൂ. ഇന്ദ്രൻസിന്റെ 2 സീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഇന്ദ്രൻസിനെ അവർ ചെയ്തേക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഫഹദ് ഫാസിലായിക്കോട്ടെ, കുഞ്ചാക്കോ ബോബനായിക്കോട്ടെ, എല്ലാവരും. അന്നേരം നമ്മള് 433 സിനിമ അഭിനയിച്ച മമ്മൂട്ടിയും 365 സിനിമ അഭിനയിച്ച മോഹൻലാലും 10-45-50 വർഷത്തെ അവർ എക്സ്പീരിയൻസ് ഉണ്ട്. എല്ലാ സിനിമകളും അവർക്ക് ഗംഭീരമാക്കണമെങ്കിൽ മമ്മൂട്ടി 433 സിനിമയും വിജയിപ്പിക്കണം, അല്ലെങ്കിൽ 365 സിനിമ മോഹൻലാലിന് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് നടക്കുന്നില്ലല്ലോ. അവർ കഥ കേട്ട് കൃത്യമായിട്ട് ക്യാരക്ടർ ആവുന്നു. ഇതൊരിക്കലും ഉറപ്പായിട്ട് ഫൈനലൈസ് ചെയ്ത് നമുക്ക് പറയാം, ക്രോഡീകരിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഒരിക്കലും ഒരു മോശം സിനിമയല്ല. പിന്നെ നമ്മൾ പല ആൾക്കാരും പോയി കാണുന്നു, മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുമ്പോൾ പുറവിൽ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് കണക്കുന്ന ബോംബ് കൂട്ടുന്നു, ഇവർ കൈ പിടിച്ച് ഉമ്മ വെച്ച് പിരിയുന്നു. അങ്ങനെ ഒരു സിനിമയായിട്ട് നിങ്ങൾ ഒരിക്കലും ഒരാളും പോയി കാണാതിരിക്കുക. നമ്മളൊരു സോഷ്യലി കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉള്ള ഒരു സിനിമ നല്ല ഇന്റർനാഷണൽ ലെവലിൽ കാണും എന്നുള്ള രീതിയിൽ പോയി കണ്ടാൽ ഈ സിനിമ സൂപ്പർ ആയിരിക്കും. ആ രീതിയിൽ കണ്ടാൽ അടിപൊളി സിനിമയാണ്. എനിക്കിത് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, അത് നിങ്ങളുടെ ചോയ്സാണ്. എന്തായാലും നിങ്ങൾ റിവ്യൂ ഒന്നും കേൾക്കാതെ നിങ്ങൾ തിയേറ്ററിൽ ആഗ്രഹമുള്ളവർ തിയേറ്ററിൽ പോയി അടിപൊളിയായിട്ട് പോയി കാണുക.